There are many more. We take this opportunity for a valuable speech. Welcome you. Thank you so much, Cyril, for the wonderful resume that you have heard. I hope I'm audible to all. Is it? Yes, sir. Yes, sir. Okay. So, to all those who are hearing my voice right now, the most respected team members from India's, especially Kerala's very leading newspaper, Malayalam Manorama, and the respected members from Taviga educators, respected other members who are hearing my voice right now, and those aspirants who have determined to make their dreams in the career of nursing. Nursing career-ലേക്ക് സ്വന്തം ജീവിതത്തിനെ പാകപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഒരു നല്ല ലൈഫ് ലീഡ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആദ്യമായി തന്നെ ആത്മാർത്ഥമായി നിങ്ങളോട് first I am letting a word. And to the students right now who are hearing me, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ which is being sponsored by Taviga educators in connection with the Kerala's very leading newspaper Malayalam Manorama. I'm so glad enough to speak to you, and I would like to divide today's session into 3 parts. 3 പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. The first part is ആരാണ് ഒരു നേഴ്സ്, അഥവാ നേഴ്സ് എന്ന വാക്കിലൂടെ നമ്മൾ ഓരോരുത്തരും എന്താണ് അറിയേണ്ടത്, കേൾക്കേണ്ടത് എന്താണ്, ആ നേഴ്സ് എന്ന കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് നോക്കാം, മനസ്സിലാക്കാം. So to begin with, first നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ഇത്തരം പ്രോഗ്രാംസിലേക്ക് വരുമ്പോൾ എന്താണ് ഇത്തരം പ്രോഗ്രാമുകളുടെ നീഡ് എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. So in order to establish one-to-one, you can post the answers of the questions that I'm going to ask in the chat box. Chat box-ലേക്ക് നിങ്ങൾക്ക് answers type ചെയ്യാവുന്നതാണ്. So my first question is, ഒരു നഴ്സിംഗ് കരിയർ അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കും കരിയർ ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കാൻ തയ്യാറായിരിക്കുന്നവർ ട്രെയിൻഡ് ആവേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലയോ? ഇതാണ് the first question. And ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ആൻസർ പറയാൻ, like I would like to ask another question. ഒരു കാറിന്റെ 4 ടയറുകൾ നമ്മളൊന്ന് മാറ്റി പുതിയ 4 ടയറുകൾ ഇടാൻ പോവാം. സോ അതിന് നമ്മൾ എടുക്കേണ്ട ഏറ്റവും മിനിമം ടൈം എത്രയാണെന്ന് പാർട്ടിസിപ്പൻസിനൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വാട്ട് ഈസ് ദ മിനിമം ടൈം ദാറ്റ് യു നീഡ്? ഒരു കാറിന്റെ 4 ടയറുകൾ മാറ്റി പുതിയ 4 ടയറുകൾ ഇടേണ്ട ഏറ്റവും മിനിമം ടൈമിന് ഒന്ന് പറയാം. Can I get the answers in the chat box, please? You can use the chat box for that. I guess the participants can use the chat box. Participants in a chat box use ചെയ്യാവുന്നതാണ്. We have a lot amount of participants right here. You can just use the chat box to answer my question. ലിസ പറയുന്നു 15 minutes. മറിയ റോസ് പറയുന്നു 1 hour വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് us get some more answers please. ഒരു കാറിന്റെ 4 ടയറുകൾ മാറ്റി പുതിയ 4 ടയറുകൾ ഇടുന്നതിനുള്ള ആവശ്യകത എത്ര നേരമാണ്? അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എല്ലാം 15 മിനിറ്റ്, 1 hour. അഗെയിൻ ലിസ കമാൻഡ്സ് 20 minutes എന്നാണ് അടുത്ത ആൻസർ കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ചെറിയ വീഡിയോ നോക്കിയിട്ട് പെട്ടെന്നൊന്ന് തിരിച്ചു വരാം. ആ വീഡിയോയിലൂടെ ആയിരിക്കണം ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും നല്ല മികച്ച കൺസെപ്റ്റ് നമുക്ക് ഓരോരുത്തർക്കും തുടങ്ങാം. So I hope you can see my screen right now, and in this screen we are going to have
വീഡിയോ റൈറ്റ് നൗ. ഈ വീഡിയോ എല്ലാവരും ഒന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഒന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ്. ഒരു വണ്ടി വന്നു, എല്ലാ ലൈനിൽ നിന്നു. 5, 4, 3, 2 and 1. സോ നമുക്ക് ഒരു കാറിന്റെ 4 ടയറുകൾ മാറ്റി പുതിയ 4 ടയറുകൾ വെക്കാൻ എത്ര നേരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഹന്ന സേസ് കനോട്ട് സേ. ഒരുപാട് പേർക്ക് പറയാൻ കഴിയില്ല. ചിലർ 1 മണിക്കൂർ, ചിലർ 20 മിനിറ്റ്, ചിലർ 15 മിനിറ്റ്. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കാണിച്ച വീഡിയോയിലെ 4 ടയറുകൾ മാറ്റി പുതിയ 4 ടയറുകൾ ഇടാൻ എടുത്ത നേരം വെറും 5 സെക്കൻഡുകളാണെന്ന് മനസ്സിലാക്കും. ഇവിടെയാണ് ട്രെയിനിങ് അഥവാ ട്രെയിൻഡ് മൈൻഡിന്റെ ആവശ്യകത നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടതായിട്ട്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമ്മൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ വളരെ എളുപ്പം സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. കവിക ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി പല സ്ഥലങ്ങളിലും, പല രാജ്യങ്ങളിലും, പല സംസ്ഥാനങ്ങളിലും നഴ്സിംഗ് സ്വപ്നവുമായി നമ്മൾ നടക്കുമ്പോൾ ആ സ്ഥാപനങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈമിനെയും എഫിഷ്യൻസിയെയും കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ക്വിക്ക് കേരളയിലൂടെ മലയാള മനോരമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ആദ്യമായി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നൊരു കാര്യം പറയാം. കരിയർ കൗൺസിലേഴ്സ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും ഇരിക്കുമ്പോൾ നഴ്സിംഗ് മേഖലയിൽ 4 കൊല്ലത്തെ ബിരുദം എടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബേസിക് എക്സ്പീരിയൻസിൽ നിന്ന് ഒന്നല്ല എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടിയല്ല, a couple of students, ഒട്ടനവധി പേർ ഇത്തരം ആശയങ്ങളുമായി ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ആ ആശയങ്ങൾ എങ്ങനെയായിരുന്നു? 4 കൊല്ലം ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ നന്നായിട്ട് നഴ്സിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നഴ്സിംഗ് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ദിവസവും ടീച്ചർമാരും സാറന്മാരും പറയുമ്പോൾ ഞാൻ ഒരുപാട് ക്ലെൻലിനെസ് ആഗ്രഹിക്കുന്ന കുട്ടിയാണ്. നല്ല വൃത്തിയുള്ള, ഈവൻ ഒരു മോശം അപ്പോ എന്നെ കൊണ്ട് ബേസിക്കലി ഇത്തരം കാര്യങ്ങൾ ബ്ലഡ് എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല അറപ്പാണ് സാർ. അപ്പൊ ഞാൻ 4 കൊല്ലത്തെ ബേസിക് നഴ്സിംഗ് കഴിഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ പേഷ്യൻസുമായി അങ്ങനെ ഒരു ഇടപെടാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, മനസ്സിൽ നിന്നും മാറ്റേണ്ട ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, നഴ്സിംഗ് എന്നുള്ള ഏറ്റവും ബ്രോഡായിട്ടുള്ള ഒരു ബ്രാഞ്ചിനെ നമ്മൾ കേവലം ഒരു ക്ലിനിക്കിൽ വൂണ്ട് ഹീൽ ചെയ്യാൻ നഴ്സിനെ മാത്രം നിങ്ങൾ, ഇതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലും നമുക്ക് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഈ 2 മേഖലകളിലും ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG ചെയ്യാവുന്നതാണ്. PG ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടർ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കോഴ്സിന്, ആൻഡ് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ 2 വിഭാഗങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിഗ്രി നിങ്ങൾ കരസ്ഥമാക്കിയാൽ 2.25 ലക്ഷം രൂപയിൽ താഴാത്ത മന്ത്ലി സാലറി മേടിക്കുന്ന ഏറ്റവും മിടുക്കരായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് നഴ്സുമാരായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലീഡർഷിപ്പ് അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ് ആണ്. എണ്ണം വെച്ച ഡോക്ടർമാർക്ക് ഏറ്റവും വലിയ കൈത്താങ്ങായി മാറ്റുന്ന ഏറ്റവും മികച്ച പ്രൊഫഷണൽസ് ആയി നിങ്ങൾക്ക് ഓരോരുത്തർക്കും രൂപാന്തരപ്പെടാൻ കഴിയും. അപ്പോ ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നഴ്സിംഗ് എന്ന ബ്രോഡായിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഒരു ചുരുങ്ങിയ സ്ഥലത്തിലേക്ക്, ഒരുപക്ഷെ ഇപ്പോഴും ഏറ്റവും കുറവ് ശമ്പളം മേടിക്കുന്ന സാധാരണ ഹോസ്പിറ്റൽസിലെ ലേഡീസ് ആയിട്ടും ബ്രദേഴ്സ് ആയിട്ടും നിങ്ങളുടെ കൺസെപ്റ്റിനെ ചുരുക്കരുത് എന്നാണ് ആദ്യമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.
നമുക്ക് ഇനി അടുത്ത് നിൽക്കുന്ന ഒരു 3/4 മണിക്കൂർ നേരം കൊണ്ട് നഴ്സിംഗ് എന്ന കലയുടെ എല്ലാ വശങ്ങളെ മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിക്കൊണ്ട് നമുക്ക് ആ കരിയറിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കണം, മനസ്സിലാക്കണം. പക്ഷെ ആ നഴ്സിംഗ് കരിയർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വ്യക്തമായി നമുക്കൊരു ബോധ്യമുണ്ടാകും. അതിനു വേണ്ടിയിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കേന്ദ്രീകരിക്കുകയാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മഹൽ വ്യക്തിത്വത്തിന്റെ പേരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന ഈ മഹൽ വ്യക്തിത്വത്തിനെ കുറിച്ച് നിങ്ങളോട് ഏതാനും ചില വാക്കുകൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ, ഇന്നത്തെ മെഡിക്കൽ ഇൻഡസ്ട്രി ആയ ലോകത്തിന് ആ മെഡിക്കൽ ഇൻഡസ്ട്രി പോകുന്ന വഴിയെ അപ്സൈഡ് ഡൗൺ തിരിച്ചിട്ട ഏറ്റവും വലിയ ഇൻവെൻഷന് കാരണമായിട്ടുള്ള ഒരു കഥയാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് രാവിലെ കേൾക്കാൻ പോകുന്നത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എല്ലാ സയന്റിസ്റ്റുമാരെ പോലെയും, എല്ലാ ബേസിക്കലി മാത്തമാറ്റീഷ്യൻസ്, സയന്റിസ്റ്റ്, റിസർച്ച് വർക്കേഴ്സ്, അവരുടെ റിസർച്ചുമായി എപ്പോഴും കോൺസെൻട്രേറ്റഡ് ആണ്. ബാക്കിയുള്ള സുഹൃത്തുക്കൾ, വീട്ടുകാർ, ഇവരൊന്നുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും. അപ്പൊ നമ്മൾ പറയും അത്തരം ജീവിതത്തിന് എന്താണ് എന്ന് പറയും. ഇന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരടുത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സിസ്കോ വെബെക്സ് എന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഒരുപക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുത്തത് ഏറ്റവും മികച്ച എഞ്ചിനീയേഴ്സ് ആണ്, റിസർച്ച് സ്കോളേഴ്സ് ആണ്. സോ അലക്സാണ്ടർ ഫ്ലെമിംഗ് തന്റെ ആ ഒരു എക്സ്പെരിമെന്റൽ ലാബിലാണ് എപ്പോഴും ഉണ്ടാകുക. ഭക്ഷണം, ഒരുപക്ഷെ കുറെ ദിവസങ്ങൾ ഉറക്കം, ഇതെല്ലാം ആ ലാബിൽ തന്നെയാണ് ഫ്ലെമിംഗ് കഴിച്ചുകൊള്ളുന്നത്. ഒരു ദിവസം ഫ്ലെമിംഗിന് ഒരു ടെലഗ്രാം വന്നിരുന്നു, യുവർ മദർ ഇസ് സിവിയർലി ഇൽ, റീച്ച് ഹോം. മദറിന് തീരെ വൈകാരികയാണ്, എത്രയും പെട്ടെന്ന് എത്തുക. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന ലോകം ഏറ്റവും വലിയ സയന്റിസ്റ്റ്, ഈ ലോകത്ത് ആകപ്പാടെ പുലർത്തിയിരുന്ന ഒരു ബന്ധം സ്വന്തം മാതാവുമായിട്ട് മാത്രമായിരുന്നു. ടെലഗ്രാം കിട്ടിയതോടുകൂടി സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയയുടെ പ്രോട്ടോടൈപ്സ് പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ആ ചൈന ഡിഷിനെ അങ്ങനെ തന്നെ അവിടെ വെക്കുകയും ലാബ് കൂട്ടുകയും കപ്പലിൽ കയറി കടൽ താണ്ടി വീട്ടിലെത്തുകയും ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയിരുന്നു. ഓരോരുത്തരുടെയും സ്നേഹത്തിന്റെ അഭിവാഞ്ച്യ ഘടകമായ, ലോകത്തിന്റെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വിളിക്കാവുന്ന ആ മാതാവ് ഫ്ലെമിംഗിനെ വിട്ട് ഈ ലോകത്തു നിന്നും പോയി. അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫ്ലെമിംഗ് ആ സ്ഥലവും വീടും എല്ലാം കൊടുത്തു. ഇനി ആ നാട്ടിൽ ഒന്നും ബാക്കി വെക്കാതെ അദ്ദേഹം തിരിച്ചു വരികയും ലാബ് തുറന്ന് അകത്ത് കയറുകയും ആ ചൈന ഡിഷ് കഴുകി പുതിയ റിസർച്ച് തുടങ്ങാൻ ജസ്റ്റ് ടു വാഷ് ദ ചൈന ഡിഷ്. ആ ചൈന ഡിഷ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം he noticed an unfamiliar, uncommon green fungi. സാധാരണഗതിയിൽ കാണാത്ത ഒരു തരം ഗ്രീൻ ഫംഗസ് അദ്ദേഹം കാണുകയുണ്ടായി. അത് വൈറസുകളെ കൊന്നുകളയുന്ന ഒരു കൂട്ടം രോഗാണുക്കൾ അല്ലെങ്കിൽ അണുക്കൾ അതിനകത്ത് വളരുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തിന് ലോകത്തിന്റെ സ്പന്ദനമായ മെഡിസിൻ, ആ മെഡിസിന്റെ കരിയറിന്റെ പാതയെ ടോപ്പ് ഡൗൺ റിവേഴ്സ് ചെയ്യുന്ന ഏറ്റവും മികച്ച കണ്ടുപിടുത്തമായ ബയോട്ടിക്കിനെതിരെയുള്ള വൈറസുകളെ, ബാക്ടീരിയകളെ കൊന്നുകളയുന്ന ആന്റിബയോട്ടിക് എന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ആദ്യമായി ഫ്ലെമിംഗ് കാണുകയാണ്. ആക്ച്വലി USA ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് കേംബ്രിഡ്ജിലെയും എഴുതുകയുണ്ടായി. ഞാൻ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു എന്ന് എഴുതുകയുണ്ടായി.
മാസങ്ങൾക്ക് ശേഷം റിപ്ലൈ വന്നു, നിങ്ങൾ അവിടത്തേക്ക് വിളിക്കുകയാണ്, പാനലിലേക്ക് വിളിക്കുകയാണ്, യു ക്യാൻ പ്രസന്റ് യുവർ സെൽഫ്. US സർക്കാർ മില്യൺ കണക്കിന് ഡോളർ കൊടുത്ത് വളർത്തുന്ന സയന്റിസ്റ്റുമാരുടെ മുന്നിലാണ് ഫ്ലെമിങ്ങിന് പ്രസന്റ് ചെയ്യേണ്ടി വന്നത്. 7 പേരാണ് പാനലിൽ ഉണ്ടാവുക. ഇവരിൽ ആരെങ്കിലും ഒരാൾ അപ്രൂവ് ചെയ്താൽ ഹിസ് ടോട്ടൽ വർക്ക് ഇസ് അപ്രൂവ്ഡ്. ഇല്ല എന്ന് ഫ്ലെമിംഗ് ഏറ്റവും മികച്ച രീതിയിൽ രാവിലെയും വൈകുന്നേരവുമായി സയന്റിഫിക് നിങ്ങൾക്ക് അവരുടെ പേരിലല്ലാതെ പുതിയൊരാളുടെ പേരിൽ എഴുതപ്പെടും. നോക്കിയിട്ട് പറഞ്ഞത്, സി മിസ്റ്റർ ഫ്ലെമിംഗ്, ദിസ് ഇസ് മിയർ സെറൻഡിപ്പിറ്റി. ഇതൊരു സെറൻഡിപ്പിറ്റി മാത്രമാണ്. സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിഡന്റൽ ഡിസ്കവറി. നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് കണ്ടുപിടിച്ചതല്ല, നിങ്ങൾ അല്ലാതെ സാധാരണഗതിയിൽ ഒരു അസ്വാഭാവികമായി നിങ്ങൾ കണ്ടുപിടിച്ചതാണ്. സോ ദ വർക്ക് കനോട്ട് ബി അപ്രൂവ്ഡ്. ഫ്ലെമിങ്ങിന്റെ കണ്ണിൽ നിന്നും ധാരധാരയായി വരാനുള്ള കാരണം തന്റെ വർക്ക് അപ്രൂവ് ചെയ്തില്ല എന്നതായിരുന്നില്ല. നാളത്തെ പ്രഭാതത്തിലെ പത്രങ്ങൾ ഈ ഇരിക്കുന്ന 7 പേരുടെ പേരിൽ തന്റെ വർക്ക് വരുമല്ലോ എന്ന ഉള്ളിലുള്ള ഖേദം കാരണം അദ്ദേഹം ആ ലെക്ചർ സ്റ്റാൻഡിൽ നിന്നും താഴോട്ട് ഇറങ്ങുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ എണീക്കേണ്ടായി. ഹി വാസ് നൺ അനദർ ദാൻ ലൂയി പാസ്റ്റർ. പാസ്റ്റർ എഴുന്നേൽക്കുകയും ഫ്ലെമിങ്ങിനോട് സെന്റൻസ് പറയുകയും ചെയ്തു. സി മിസ്റ്റർ ഫ്ലെമിംഗ്, ദോ serendipity refers to chance discovery, chance favors the trained mind. സെറൻഡിപ്പിറ്റി എന്നുള്ളത് യാദൃശ്ചികമായിട്ടുള്ള ഒരു ഡിസ്കവറി ആണ്, ശരിയാണ്. പക്ഷേ ചാൻസ്, ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ഫേവർ ചെയ്യുന്നത് ട്രെയിൻഡ് മൈൻഡിനെ മാത്രമാണ് എന്ന് ലൂയി പാസ്റ്റർ പറയുണ്ടായി. ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി നമ്മളെ തേടി വരണമെങ്കിൽ അതിലേക്ക് വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചവരായിരിക്കണം. എല്ലാ കുട്ടികളെയും എല്ലാ മനുഷ്യരെയും ചാൻസ് ഫേവർ ചെയ്യുകയില്ല. ട്രെയിൻഡ് ആയിട്ടുള്ള മൈൻഡിനെ മാത്രമേ ചാൻസ് ഫേവർ ചെയ്യുകയുള്ളൂ എന്ന് ആദ്യവും അവസാനവുമായി നിങ്ങളോട് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഐ റിക്വസ്റ്റ് you all to have a very good trained mind so that whatever things I'm going to say to you shall be captured in your minds. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ആ കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടു കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. ഇനി ഞാൻ നിങ്ങളെ കാണാൻ പോകുന്നത്, അപ്പോൾ എന്റെ സ്വരം കേൾക്കുന്ന ഓരോ ആസ്പിറൻസും ഈ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്യുക. ചാൻസ് ഫേവേഴ്സ് ദ ട്രെയിൻഡ് മൈൻഡ്. ചാൻസ് ഫേവേഴ്സ് ദ ട്രെയിൻഡ് മൈൻഡ് എന്നുള്ള ആ ഒരു വലിയ കൺസെപ്റ്റ് നിങ്ങൾ ഓരോരുത്തരും ഹൃദയഭാഗത്തിൽ ഒത്തിവെക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും മികച്ചതായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു സിംഗിൾ സെന്റൻസ് ആണത് എന്ന് ഓർക്കാനും ശ്രമിക്കുക. ഇനി നമ്മുടെ നഴ്സിംഗ് കരിയർ നമ്മൾ ഓരോ ധാരാളം പോയിന്റ്സ് കിട്ടുമ്പോൾ നന്നായി നോട്ട് ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ഞാൻ എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. സോ യു മേ പ്ലീസ് ലുക്ക് ഇൻ ടു ഇറ്റ്. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ ധരിക്കുന്നു. Can you all see my screen right now? Okay. Here we go.
പരിചയമുള്ള എത്രയാണ് ഈ കൂട്ടത്തിലുള്ളത്? ചാറ്റ് ബോക്സ് പ്ലീസ്. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ ഈ ഒരു ലേഡിയെ പരിചയമുള്ളത്? Can I get the answers in the chat box? എന്റെ സ്വരം കേൾക്കുന്ന ഇപ്പോൾ കാണിച്ച ലേഡിയെ പരിചയമുള്ളത്? സോഹൻ പറയുന്നു അറിയാം. Yes. Then whom else? Okay. So to my dearest aspirants, ആരാണ് ഒരു നേഴ്സ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഒരു പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ധാരാളം പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ ശേഷം എന്ന ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഏറ്റവും വലിയൊരു വൈറൽ അറ്റാക്ക് ആയിരുന്നു. കൊറോണയ്ക്ക് മുന്നേ നമ്മളെ മലയാള കേരളം കണ്ട ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ കാണിച്ച് നിങ്ങളോട് അറിയുമോ എന്ന് ഈ നഴ്സിംഗിലൂടെ മാറ്റിവെക്കുകയും ലോകമെമ്പാടും അവരുടെ പ്രയത്നങ്ങൾ നഴ്സാണ്. അപ്പോ അതിന്റെ അവസാന ബുക്ക് നിങ്ങൾ വലിയ യാത്രയിലായിരുന്നു. ക്യൂറിന്റെ ഒരു നല്ല ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ സഞ്ചരിച്ചു പാതയിലായിരുന്നു. എന്റെ മക്കളെ ഏറ്റവും മികച്ച ആശംസ ഞാൻ നോക്കും. ഒരു മെഡിക്കൽ ഏരിയയിൽ നേഴ്സ് എന്ന പ്രൊഫഷൻ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് മെഡിക്കൽ എന്നാണ് ഫാദർ ഓഫ് മോഡേൺ സെക്രട്ടറി ഡോക്ടർ നോർമൻ വിൻസന്റെ വാക്കുകൾ. അത്രമേൽ പവിത്രമായിട്ടുള്ള ആ നേഴ്സിംഗ് നമുക്ക് എങ്ങനെയൊക്കെ കയറിക്കാൻ പറ്റും, നമുക്ക് എങ്ങനെയൊക്കെ കേൾക്കാൻ പോകും. സോ നേഴ്സിംഗ് എന്ന മേഖലയെ ഗണ്യമായ നിലയിൽ വലുതായി തന്നെ കാണണമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. ആദ്യം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നിങ്ങളിലേക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നഴ്സിംഗ് കരിയറിൽ ഇന്ന് നമുക്ക് ധാരാളം ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. സോ ആഡ് ഓൺ കോഴ്സുകൾ, ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ലോകം ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഏറ്റവും കൊറോണ വരുന്ന ആ വൈറസിനോടൊപ്പം തന്നെ നമുക്ക് ക്യാൻസർ എന്ന രോഗം വ്യാപകമായി ഒരു പനി പോലെ, ജലദോഷം പോലെ ഒരു 20 കൊല്ലങ്ങൾക്ക് മുന്നേ അറിയപ്പെടുന്ന അതേ ഒരു രീതിയിലേക്ക് ക്യാൻസർ എന്ന മഹാമാരി നമ്മളിലേക്ക് പോവുകയാണ്.
അവിടെയാണ് ഒരു നഴ്സിന് ഏറ്റവും മികച്ച ഒരു കോഴ്സ് ഇപ്പോൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓൺകോളജി നഴ്സിംഗ്. ഓങ്കോളജി നഴ്സിംഗിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. ഓങ്കോളജി നഴ്സിംഗിൽ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെന്റുമായി വരുന്ന ഏറ്റവും മികച്ച കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമതായി ചെയ്യാവുന്ന ആഡ് ഓൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയാണ്. കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ക്ലിനിക്കൽ പെർഫ്യൂഷൻ, ബ്ലഡ് ബാങ്കിങ്, അനസ്തേഷ്യ. ഈ ഇത്രയും വിഭാഗങ്ങളിൽ ആഡ് ഓൺ കോഴ്സുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രി ആയിട്ടുള്ള BSc നഴ്സിംഗിന് അപ്പുറത്തേക്ക് ഏറ്റവും ഹ്യൂജ്ലി ഹെവിലി പെയ്ഡ് ആയിട്ടുള്ള ജോബ്സ് നിങ്ങളെ തേടി വരുമെന്നുള്ളത് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ മാസ്റ്റേഴ്സ് ജെറിയാട്രിക്കിലോ സർജിക്കലോ പീഡിയാട്രിക്കിലോ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ നഴ്സിംഗ് കരിയർ അത് ഏറ്റവും ഫലവത്തായിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ നമ്മൾ നഴ്സിംഗ് കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരു ഡിപ്ലോമയിലൂടെയാണോ നഴ്സിംഗിലേക്ക് കടക്കേണ്ടത്, അതോ ഒരു ബാച്ചിലർ ഡിഗ്രിയിലൂടെയാണോ നഴ്സിംഗിലേക്ക് കടക്കേണ്ടത്, അതോ ഞാനത് PG എടുത്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽസിലാണോ പോകേണ്ടത് എന്ന ഏറ്റവും നല്ല വിഷനാണ് ആദ്യമായി നിങ്ങൾക്ക് വേണ്ടത്. അപ്പോ സാധാരണഗതിയിൽ എല്ലാവരും നഴ്സിംഗ് എടുക്കുന്നു, അതുകൊണ്ട് ഞാൻ നഴ്സിംഗ് എടുക്കുന്നു എന്നുള്ളതല്ല. ഒരു നഴ്സിംഗ് കരിയറിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 98% നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് നഴ്സിംഗ്. 60 കുട്ടികളുള്ള ഒരു ബാച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5-ൽ താഴെ മാത്രമായിരിക്കും മെയിൽ സ്റ്റുഡൻസ് നഴ്സിംഗിന് ഓപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് മെയിൽ സ്റ്റുഡൻസിന് ധാരാളം ഓപ്പർച്യൂണിറ്റി, അഥവാ ബ്രദേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ കമ്മ്യൂണിറ്റി, മെയിൽ നഴ്സിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇനി വരുന്ന കാലത്ത് 100% ആണ് എന്ന് തിരിച്ചറിയാൻ പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ആ മെയിൽ നഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. കാരണം ഓരോ 60 സ്റ്റുഡൻസ് അടങ്ങുന്ന ബാച്ചിൽ 5 വിദ്യാർത്ഥികൾ മാത്രമാണ് മെയിൽ നഴ്സുകളായിട്ടുള്ളത്. അപ്പോൾ അത്തരം മെയിൽ നഴ്സുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റികളെ നമ്മളൊന്ന് നന്നായി ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അപ്പോ ഈ പറയുന്ന BSc നഴ്സിംഗ് അതിന് ഏറ്റവും മികച്ച കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കേൾക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ആ യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നഴ്സിംഗ് എന്ന ആ രംഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോ അവിടെ നിങ്ങൾ ചോദിക്കേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ആ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ വളരെ വ്യക്തമായി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യം നിങ്ങൾക്ക് കിട്ടേണ്ട ടൈറ്റിൽ എന്താണ്? ആ ടൈറ്റിൽ എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ആ ടൈറ്റിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രജിസ്റ്റേർഡ് നഴ്സ്. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ ഈ പദമാണ് അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ആ പദത്തിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. സോ ആ പദത്തിന്റെ പേരാണ് രജിസ്റ്റേർഡ് നഴ്സ്. സോ സാധാരണ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഹോം നഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നവർ നഴ്സിംഗ് പ്രൊഫഷണൽസ് അല്ലാത്തവരാണ്. സോ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഡിഗ്രി എടുത്ത ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് വിളിക്കുക. സോ ആ രജിസ്റ്റേർഡ് നഴ്സ് എന്ന ടൈറ്റിലിലാണ് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ രജിസ്റ്റേർഡ് നഴ്സ് എന്ന ടൈറ്റിലേക്ക് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യാൻ കഴിയുന്നത്? ഹോസ്പിറ്റൽസിൽ മാത്രമാണോ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത്, അതോ നമുക്ക് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ കഴിയുമോ? സോ അതിനെ നമുക്കൊന്ന് കാണണം, മനസ്സിലാക്കണം. തീർച്ച ഹോസ്പിറ്റൽസിൽ മാത്രമല്ല നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ഹെവിലി ആയിട്ട് നമ്മളെ നോക്കപ്പെടുന്നതും പെൻഷനും മറ്റു കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് മിലിറ്ററി ഫീൽഡിലാണെന്ന് മനസ്സിലാക്കുക. സോ ഹോസ്പിറ്റലുകളിൽ, നഴ്സിംഗ് ഹോമുകളിൽ, സ്കൂളുകളിൽ, ക്രൂയിസ് കപ്പലുകളുടെ നഴ്സുമാരുടെ പാക്കേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 4.5 lakhs ആണ്, പെർ മന്ത് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക.
3 മാസക്കാലം കപ്പലുകളിലായിരിക്കും, പിന്നെ നിങ്ങൾക്ക് 3 മാസം ഓഫ് ആയിരിക്കും. അങ്ങനെയാണ് അവരുടെ വർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മിലിറ്ററി ഫീൽഡിലെ നഴ്സുമാർക്ക് തത്തുല്യമായിട്ടുള്ള റെസ്പെക്റ്റ് ആണ് നൽകപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. മിലിറ്ററി ഫീൽഡിൽ നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്ന മക്കൾക്ക്, തിരഞ്ഞെടുക്കുന്ന നഴ്സുമാർക്ക് അവരുടെ മക്കൾക്ക് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, എല്ലാ കാര്യങ്ങളും കവേർഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഹെലികോപ്റ്റേഴ്സിൽ എപ്പോഴും ഒരു നഴ്സിന്റെ വേക്കൻസി ഉണ്ടാവും. ഹെലികോപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി പല ഇൻഡസ്ട്രികളിലും ഒരു ഫസ്റ്റ് എയ്ഡ് റൂം ഉണ്ടാവും. ആ ഫസ്റ്റ് എയ്ഡ് റൂമിനകത്ത് ഏറ്റവും മികച്ച നഴ്സുമാരെയാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട, കേൾക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് 2025 ഹോസ്പിറ്റലുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു സെന്ററുകൾ വരാൻ പോവുകയാണ്. എല്ലാ സ്റ്റേറ്റുകളെയും ഹോസ്പിറ്റൽസിനോടൊപ്പം വളരാൻ പോകുന്ന ഒരേറ്റവും മികച്ച സെന്ററുകളാണ് വെൽനസ് സെന്റർ. 2025 വെൽനസ് സെന്റേഴ്സ് വളരെയധികം പ്രാപിക്കുകയും അവിടെ നഴ്സുമാരുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതിഭയാനകരമാണ്, ഒരുപാടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് പബ്ലിക് ഹെൽത്ത് ഓഫീസേഴ്സ് ആണ്. സോ ആ പബ്ലിക് ഹെൽത്ത് ഓഫീസേഴ്സ്, ഹോം ഹെൽത്ത് കെയർ ഏജൻസീസ്, അവിടെ നിങ്ങൾക്ക് ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, ഗവൺമെന്റ് ആണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. യു ഹാവ് എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി. ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഉമർ സാർ, സ്ക്രീൻ കഴിഞ്ഞ ഉടനെ മ്യൂട്ട് ആയി പോകുന്നതാണേ, അറിയാതെ അൺമ്യൂട്ട് കഴിഞ്ഞിട്ട്. എവിടെ നിന്നാണ് കേൾക്കാനായത്? സ്ക്രീൻ ഷെയർ കംപ്ലീറ്റ് പബ്ലിക് ഹെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് സ്ക്രീൻ ഷെയർ ചെയ്ത് സ്ക്രീൻ ഷെയറിംഗ് കഴിഞ്ഞിട്ട് പറ്റുന്നുണ്ട്. മിലിറ്ററി, പബ്ലിക് ഇതൊക്കെ കേട്ടായിരുന്നു? ഓക്കെ, ഫൈൻ. അപ്പോ ഇനി നമ്മൾക്ക് അറിയേണ്ടതായിട്ടുള്ളത്, ഇത്തരം മഹത്തായിട്ടുള്ള ഭൂമിയിലെ മാലാഖമാർ എന്ന് നമ്മൾ ഓരോരുത്തരും വിളിക്കുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടക്കുകയാണ്. സോ നമ്മൾ 1-2 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏതൊരു കരിയറും സക്സസ്ഫുൾ ആവണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ചാൻസ് എപ്പോഴും ഫേവർ ചെയ്യുന്നത് ഒരു ട്രെയിൻഡ് മൈൻഡിനെയാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ആൻഡ് സയൻസ് ക്ലാസ്സസ്, അതിൽ നമുക്കൊരു പാഷൻ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണം. 2, മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങളെ പറ്റി പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാണോ എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. 3, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് എംപതി. 2 ക്വാളിറ്റീസ് ആണ് ഇവിടെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. 1 സിംപതി, 2 നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണമെന്ന് നന്നായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സിംപതി എന്ന് പറയുന്നത്, ഈ 2 വാക്കുകൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ബാച്ചിലർ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങളുടെ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം ജാക്സന്റെ കണ്ണുകൾക്കൊക്കെ ഭയങ്കര മഞ്ഞ നിറം വരികയും നല്ല ക്ഷീണം വരികയും പനി വരികയും എണീക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു. അപ്പൊ അടുത്ത ദിവസം പരീക്ഷയാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഒരേ റൂമിലാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ജാക്സനെയും എടുത്ത്, ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ, ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഹോസ്റ്റലിൽ കഴിയുന്ന കുട്ടികളുടെ അടുക്കൽ
അന്ന് ഈ ATM-ഉം ഗൂഗിൾ പേയും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് റിസർവ്ഡ് ക്യാഷ് ഒന്നും അധികം ഉണ്ടാവാറില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി OP എടുത്തു. അപ്പൊ അവര് കുറെ ടെസ്റ്റിനൊക്കെ എഴുതി തന്നു. അപ്പൊ ഞാൻ ആ ടെസ്റ്റിന് എഴുതി തന്നതും വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ എന്റെ കയ്യിൽ അന്ന് നമ്മൾ ഹോസ്റ്റലിൽ നമുക്ക് മൊബൈൽ ഫോൺസ് ഇല്ല. അപ്പോ എന്റെ കയ്യിൽ പെട്ടെന്ന് വിളിക്കാനുള്ള നമ്പർ ഇല്ല. ഞാനൊരു വല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ ഡോക്ടർ എന്നെ കാണുന്നുണ്ട്. കുറെ ആൾക്കാർ എന്നെ ലൈവായിട്ട് കാണുന്നു. ചിലർ വന്ന് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഇത് ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോ അവര് വളരെ മനസ്താപത്തോടു കൂടി എന്നെ ഇങ്ങനെ നോക്കി, അയ്യോ കഷ്ടം. ഇതിനെയാണ് നമ്മൾ സിമ്പതി എന്ന് വിളിക്കുക. ഞാൻ ഇന്നും ഓർക്കുന്നത്, ആ ഡോക്ടറിന്റെ തൊട്ടിപ്പുറത്തിരുന്ന ഒരു നേഴ്സ് അവര് എൻ്റെ അടുക്കലേക്ക് ഓടി വരികയും എന്താണ് ആവശ്യമെന്ന് ചോദിക്കുകയും അത്ഭുതം എന്ന വണ്ണം അവരുടെ ആ നഴ്സിംഗ് ഏപ്രിന്റെ വലിയ പോക്കറ്റിൽ നിന്നും 500 രൂപ എൻ്റെ കയ്യിൽ എടുത്തു തന്നിട്ട് പറഞ്ഞത്, ഇനി ഒരിക്കൽ വരുമ്പോ എനിക്ക് കൊണ്ടു തന്നാൽ മതി, മോന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. ഒരുപക്ഷെ ആ ഒരു ഹോസ്പിറ്റലിൽ അന്ന് അവർ തന്ന ആ മാലാഖമാരെ എന്ന് തെളിയിക്കുന്ന ആ നേഴ്സിന്റെ ആ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് എംപതി എന്ന് വിളിക്കാം. എംപതിയാണ് നഴ്സിംഗ് കരിയർ നമുക്ക് ആദ്യമായി വേണ്ടത്. ഒരു സെൻസ് ഓഫ് കമ്പാഷൻ, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് വേണ്ടിയുള്ള ഒരു സഹായ മനസ്സാണ് നമുക്ക് അവിടെ ആദ്യമായി വേണ്ടത്. രണ്ടാമത് വേണ്ടത്, ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ പറഞ്ഞു തരുന്ന പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന പ്രിസ്ക്രിപ്ഷൻസ് ഏറ്റവും മികച്ച രീതിയിൽ ക്ഷമയോടുകൂടി ആ പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. കൂടെയുള്ള ആൾക്കാരുമായിട്ട് സഹിഷ്ണുതയോടുകൂടി ക്ഷമയോടുകൂടി വർക്ക് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. പല അപ്പാരറ്റസിലെയും പല റീഡിങ്ങുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ചില റീഡിങ്ങുകൾ ഒരു ഡേഞ്ചറസ് അവസ്ഥ കേൾക്കാമോ? വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് നമ്മളിൽ അത്യാവശ്യമായി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഒരു ചുരുങ്ങിയ സമയം അവസാനിക്കാൻ പോകുന്നത് കൊണ്ട്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നഴ്സിംഗിന്റെ സാധ്യതകളെ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അതിന്റെ ആവശ്യകതയെ പരിചയപ്പെടുത്തിയതാണ്. ലോകത്ത് ഇനിയും ധാരാളം എണ്ണമറ്റ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അതെവിടെ, എങ്ങനെ എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാമായിരിക്കും. ഗൂഗിളിൽ നമുക്ക് നല്ല ആൻസേഴ്സ് കിട്ടും. ഇവിടെ മലയാള മനോരമ ഇന്ന് നിങ്ങളോട് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിക്കുമ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളെ എയറിൽ നിർത്തുകയല്ല ചെയ്യുന്നത്. തവിക എഡ്യൂക്കേറ്റേഴ്സ് ഇസ് ഗോയിങ് ടു പ്രൊവൈഡ് യു എ വെരി ഗുഡ് സൊല്യൂഷൻ ഫോർ ഇറ്റ്. അപ്പോ കേരളത്തിന് പുറത്ത് നഴ്സിംഗ് കരിയർ ഏറ്റവും മികച്ചതായി ചെയ്യാൻ വേണ്ടി തവിക എഡ്യൂക്കേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ യു മേ പ്ലീസ് ലിസൺ ടു ഇറ്റ്. നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച മനോരമയോടെ ചേർത്ത് നിങ്ങളുടെ നഴ്സിംഗ് കരിയറിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള നഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ ഉണർത്താൻ വേണ്ടി തവിക എഡ്യൂക്കേറ്റേഴ്സ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസും മൂല്യങ്ങളുമുള്ള ഒരു എഡ്യൂക്കേറ്റേഴ്സ് ആണ്. ആയിരക്കണക്കിന് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്ത ഒരു നല്ല പാരമ്പര്യമാണ് ഉള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സ്പെഷ്യൽ അവാർഡുകൾ നേടി കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്കോളർഷിപ്പുകളും സ്പോൺസർഷിപ്പിലൂടെ ഏറ്റവും ഒരു കരിയർ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലേക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് ഇല്ലാത്തതിന്റെ മേൽ മാറി നിൽക്കുന്ന എണ്ണമറ്റ കുട്ടികളെ ഞങ്ങളെ പോലെയുള്ളവർ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ഒരു വൺ സൈഡ് സൊല്യൂഷൻ ആണ്. സോ ആ സൊല്യൂഷൻ കൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നഴ്സിംഗ് പ്രൊഫഷണലുകളെ വളരെ മികച്ചതായി ഫ്രെയിം ചെയ്തെടുക്കുന്ന ഏറ്റവും നല്ല നഴ്സന്മാരെ ലോകത്തേക്ക് സമ്മാനിക്കുന്ന ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടർ NTR യൂണിവേഴ്സിറ്റി. NTR യൂണിവേഴ്സിറ്റിയിൽ ധാരാളം സ്കോളർഷിപ്പും സ്പോൺസർഷിപ്പും കൊടുക്കുന്ന കോളേജസുകളെ നിങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നുള്ള ടാസ്കാണ് തവിക എഡ്യൂക്കേറ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോ ഇപ്പോൾ അവർ നിങ്ങളെ അറിയിക്കുന്ന ഏറ്റവും മിനിമൽ പാക്കേജ് ഇങ്ങനെയാണ്. സോ നഴ്സിംഗ് എന്ന BSc ഡിഗ്രി അതർ ദാൻ ഡിപ്ലോമ കഴിഞ്ഞ് നിങ്ങൾക്ക് PG ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് നഴ്സിംഗിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. സോ ദേ ഓഫർ ദ ഫീസ് 79,000 per month, per year. So total for 4 years it comes around 3,16,000, and hostel comprises one total budget, and that is called 1 lakh. So 4,16,000 രൂപയ്ക്ക് നഴ്സിംഗ് എന്ന ഏറ്റവും മികച്ച ചെറിയ പഠനങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വാർത്ത. സോ ആ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ഈശ്വരൻ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി മലയാളം മനോരമയെ പോലെയുള്ള ന്യൂസ് ലെറ്റേഴ്സ് ചെയ്യുന്ന കുട്ടികളിലേക്ക് ഇത്തരം പ്രോഗ്രാംസുകളിലേക്ക് എത്തിക്കുന്ന മലയാള മനോരമയെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ തവിക എഡ്യൂക്കേറ്റേഴ്സിനും അതിന്റെ എല്ലാ സംഘാടകരെയും കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കാൻ അവർ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും ഈശ്വരൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചതിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.